അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടയിൽ US പശ്ചിമ തീരത്തെ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBIയുടെ മുന്നറിയിപ്പ് വലിയ ചർച്ചയാവുകയാണ്. കാലിഫോർണിയയിലെ പോലീസ് വിഭാഗങ്ങൾക്ക് നൽകിയ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളിലാണ് ഈ വിവരങ്ങൾ ഉള്ളതെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അമേരിക്കയുടെ മണ്ണിൽ പ്രത്യേകിച്ച് കാലിഫോർണിയൻ തീരത്ത് അപ്രതീക്ഷിത ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നതായാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം. കടലിൽ തിരിച്ചറിയാത്ത കപ്പലുകളിലോ ബോട്ടുകളിലോ ഡ്രോണുകൾ സജ്ജമാക്കി വെച്ചുകൊണ്ട് അമേരിക്കൻ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ അതിന് പ്രതികാരമായി ഇത്തരമൊരു സർപ്രൈസ് അറ്റാക്ക് നടത്താൻ 2026 ഫെബ്രുവരി മുതൽ തന്നെ നീക്കങ്ങൾ നടന്നിരുന്നതായി FBI വ്യക്തമാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. പസഫിക് സമുദ്രത്തിലൂടെ കപ്പലുകൾ വഴി ഡ്രോണുകൾ അമേരിക്കൻ തീരത്തിനടുത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതയാണ് രഹസ്യാന്വേഷണ വിഭാഗം പ്രധാനമായും കാണുന്നതെന്നാണ് ABC ന്യൂസിന്റെ റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ തങ്ങളുടെ വിന്യാസ പദ്ധതികൾ പുനഃപരിശോധിക്കുകയും കൂടുതൽ വിഭവങ്ങൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ ആക്രമണം എപ്പോൾ നടക്കുമെന്നോ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നോ ഉള്ള കൃത്യമായ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് പുറത്തുവരുന്നത്. അതേസമയം കഴിഞ്ഞ 12 ദിവസമായി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ ഇറാന്റെ ഡ്രോൺ വാഹിനികൾക്കും സൈനിക ശേഷിക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇത്തരമൊരു ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി കുറഞ്ഞിരിക്കാമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. എങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലോസ് ഏഞ്ചൽസ് പോലീസും ഷെരീഫ് ഡിപ്പാർട്ട്മെന്റും അതീവ ജാഗ്രതയിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആരാധനാലയങ്ങളിലും ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസത്തിന്റെ ഓഫീസും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പ്രാദേശിക ഫെഡറൽ ഏജൻസികളുമായി ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും അറിയിച്ചു. FBI മുന്നറിയിപ്പിനെ തുടർന്ന് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഗവർണർ ഗാവിൻ ന്യൂസം വ്യക്തമാക്കി. ലഭ്യമായ വിവരങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടവയല്ലെന്നും അടിയന്തരമായ ഒരു ഭീഷണി സംസ്ഥാനത്തിന് മുന്നിലില്ലെന്നും അദ്ദേഹം ബുധനാഴ്ച അറിയിച്ചു. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്റലിജൻസ് ഏജൻസികളുമായി ചേർന്ന് അതീവ ജാഗ്രത തുടരുന്നുണ്ടെന്ന് ഗവർണർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. അതേസമയം വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്കുള്ളിലെ ഇറാനിയൻ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അമേരിക്കയ്ക്ക് നേരെ പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 ഇറാനിയൻ മതനേതാക്കൾ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. ഇതേ തുടർന്ന് അമേരിക്കൻ കമ്പനികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും നേരെ സൈബർ ആക്രമണങ്ങൾക്കും അട്ടിമറി നീക്കങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് CNN-ന്റെ റിപ്പോർട്ട്. ലോകത്തിന്റെ ഏത് കോണിലായാലും ശത്രുക്കൾക്ക് സുരക്ഷിതരായി ഇരിക്കാൻ കഴിയില്ലെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രസ്താവനയും US ഗൗരവമായാണ് കാണുന്നത്. അമേരിക്കയിലെ ഊർജ്ജ നിലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതിർത്തി മേഖലകൾ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ സുരക്ഷാ നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭരണകൂടം സജ്ജമാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം.